നമുക്ക് ശക്തൻ മാർക്കറ്റ് പൂരനഗരി എന്ന് തന്നെയാണ് പറയേണ്ടത് തൃശ്ശൂരിന് റൗണ്ടിന്. ആ ശക്തൻ മാർക്കറ്റില് മത്സ്യ മാംസ അതുപോലെ തന്നെ പച്ചക്കറി പുഷ്പ മാർക്കറ്റ്, ഇതിന്റെ അവസ്ഥ കഴിഞ്ഞ 25 വർഷമായിട്ട് അതിരൂക്ഷമായിട്ട് തുടരുന്നു. മേയർ അതിന്റെ ഡിസൈനും എല്ലാം തരാമെന്ന് പറഞ്ഞു, എസ്റ്റിമേറ്റും എല്ലാം തരാമെന്ന് പറഞ്ഞു. കേന്ദ്ര അർബൻ ഡെവലപ്മെന്റ് മന്ത്രാലയത്തിലെ മന്ത്രി ശ്രീ മനോഹർ ലാൽ ഖട്ടർ അദ്ദേഹം തയ്യാറുമാണ്. എന്റെ ഓയിൽ കമ്പനി 5 പ്രധാനപ്പെട്ട PSUs കമ്പനി, ഗെയിൽ അടക്കമുള്ള ഇന്ത്യൻ ഓയിൽ, BPCL, HPCL, CPCL ചെന്നൈ പോലും പങ്കുചേരാൻ തയ്യാറാണ്. ഒരു 100 കോടി വേണ്ട. ഇതിന്റെ ഡിസൈൻ കഴിഞ്ഞ് 3 വർഷമായിട്ട് ചോദിക്കുന്നു, ജയിച്ച് വന്നു കഴിഞ്ഞും ചോദിച്ചു, ഇതുവരെ തന്നിട്ടില്ല, തരാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്ന മനോഭാവം വ്യക്തമാണ്. ഇതിന് നിങ്ങൾ ഈ വരുന്ന ഇലക്ഷനിൽ എന്ത് പരിഹാര മാർഗം കാണുക? നിങ്ങൾ ഈ പഞ്ചായത്തിലെ വോട്ടേഴ്സിനോട് ഞാൻ ചോദിക്കുക, ഇത് പട്ടണത്തിലെ കൗൺസിലിലെ വോട്ടേഴ്സും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ആ തൃശൂർ റൗണ്ടിന്റെ പുറത്തെ കൈവരി, അതായത് കടകളൊക്കെ ഇരിക്കുന്ന കൈവരി, അവിടുത്തെ ഫുട്പാത്ത്, അതിന് മേലെ വണ്ടിയുടെ ഒരു വരവോ അല്ലെങ്കിൽ വണ്ടികൾ പാർക്ക് ചെയ്ത് വെച്ചുണ്ടാകുന്ന ബുദ്ധിമുട്ടോ ഒന്നും നേരിടേണ്ടി വരാതെ ഒരു ദൂരെയുള്ള നടപ്പാത ഒരു 7 അടി 8 അടി ഉയരത്തിൽ തയ്യാറാക്കാനും തയ്യാറാണ്. പക്ഷേ ഇവിടെ വെച്ച് ഞാൻ വീണ്ടും അതേ രാഷ്ട്രീയം പറയുന്നു. കോർപ്പറേഷൻ തരം എയിംസിനെ സംബന്ധിച്ച് കേരളത്തിൽ അതിന് യോഗ്യമായ ഒരു സമൂഹമുള്ളത് ആലപ്പുഴയിൽ തന്നെയാണ്. ഞാൻ ജയിച്ചത് തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ ഒരു വാഗ്ദാനവും തന്നിട്ടില്ല. ഞാൻ ഇപ്പോഴും തൃശ്ശൂരിനും വേണം എന്ന് ഞാൻ സ്വാർത്ഥത ഉന്നയിക്കില്ല. ആലപ്പുഴ എന്ന് പറയുന്നത് ഈ പറയുന്ന സമര ചരിത്രം പ്രദേശമാണ്. അത് ഇന്ന് വരെ ജീവൻ വെച്ച് എഴുന്നേറ്റ് നിന്നിട്ടില്ല. ഒരു എയിംസ് വരുന്നതോടുകൂടി അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ഒരു മാസ്റ്റർ പ്ലാൻ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്, എന്റെ മുറിയിലുണ്ട്. അത് സാധ്യമാക്കി എടുക്കാൻ വേണ്ടി 2016 മുതൽ ഞാൻ ശ്രീ പിണറായി വിജയനോടും ശ്രീ JP അന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നഡ്ഡാജിയോട് ചോദിച്ചാൽ പറയുന്നത് ആലപ്പുഴ അവർ എഴുതി തരുന്നില്ല എന്നാണ് പറയുന്നത്. ആലപ്പുഴ തന്നാൽ അവിടെ വരും. അതല്ല, ചില ഭൂമി കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ജനപ്രതിനിധികളുടെ ഇംഗിതത്തിനാണ് അതിന് നിങ്ങൾ വഴി ഒരുക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ പറയും എനിക്കത് എന്റെ തൃശ്ശൂരിൽ വേണമെന്ന്. അത് സമരമായിരിക്കും. അതത്രയും